അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ദി ആൾട്ടർ കീപ്പേഴ്സ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നിങ്ങൾ ഇവിടെ മലിനഭോജനം കഴിക്കുന്നതിനെ കുറിച്ച്, കണ്ണുപൊട്ടിയതിനെ യാഗമായി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് കർത്താവ് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന് മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം, യാഗപീഠമുണ്ട്, തീയുണ്ട്, പക്ഷേ അത് അവിടെ എനിക്ക് ഇപ്പൊ ഈ കത്തുന്ന തീ എനിക്ക് വേണ്ട. ഐ എം നോട്ട് പ്ലീസ്ഡ്. ആരൊക്കെയോ വന്ന് വെറുതെ തീ കത്തിക്കുക. നമുക്ക് കോരഹപുത്രന്മാരുടെ പിതാക്കന്മാരുടെ കാര്യം അറിയാം. സ്തോത്രം. അന്യാഗ്നി കത്തിച്ച് നഷ്ടപ്പെട്ടു പോയവർ. സ്തോത്രം. കർത്താവ് പറയുക, അങ്ങനെയുള്ള അന്യാഗ്നി, സംഖ്യാപുസ്തകത്തിലേക്ക് പോയി അതിന്റെ ആ ഒരു റെഫറൻസ് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ് എന്നെനിക്കറിയാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അപ്പോ ഇതിനു മുമ്പും ഈ അന്യാഗ്നി കത്തിച്ച ഒരനുഭവമുണ്ട്. അതിന്റെ നടുവിൽ കർത്താവ് പറയുവാ, എനിക്ക് ഈ വെറുതെ കത്തുന്ന തീ ഉള്ള യാഗപീഠം വേണ്ട, അന്യാഗ്നി കത്തിക്കുന്ന യാഗപീഠം വേണ്ട. കാരണം യാഗപീഠത്തിൽ കത്തുന്ന അഗ്നി, കത്തേണ്ടുന്ന അഗ്നി, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന അഗ്നിയാണ്. അത് ഈ ഭൂമിയിലെ യാതൊന്നിൽ നിന്ന് ഉളവായ അഗ്നിയല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ സമർപ്പണ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത അഗ്നിയാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ദിസ് ഫയർ വിച്ച് വാസ് ദെയർ ഇൻ ദി ഓൾട്ടർ ഓഫ് ഹെവൻ വാസ് ട്രാൻസ്ഫേർഡ് ടു ദി ഓൾട്ടർ വിച്ച് വാസ് കെപ്റ്റ് ഓൺ ദി എർത്ത്. സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് ഇങ്ങോട്ട് ഹല്ലേലൂയ പകർന്നു കൊടുത്ത ഹല്ലേലൂയ അഗ്നിയാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. ഈ അഗ്നി, ഹല്ലേലൂയ സ്തോത്രം, അതാണ് സൂക്ഷിക്കപ്പെടേണ്ടത്. അത് ആ അഗ്നി കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീക്കലശം എന്ന് പറയുന്ന ഒരു സംഭവം, ഹല്ലേലൂയ ഫയർ പാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം സമാഗമന കൂടാരത്തിൽ ഒരു ഉപകരണമായിട്ട് ദൈവം കൊടുത്തത്. ഹല്ലേലൂയ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോൾ ഈ തീക്കലശത്തിനകത്ത് ഈ തീ ചുമന്നോണ്ട് പോണം. ഹല്ലേലൂയ സ്തോത്രം. അത് അവിടെ ചെന്ന് ഈ തീയാണ് ആ യാഗപീഠത്തിലിട്ട് വീണ്ടും കത്തിക്കേണ്ടത്. വേറെ ഒരു ഹല്ലേലൂയ സ്തോത്രം അഗ്നി കത്തിക്കപ്പെടുവാൻ ഈ യാഗപീഠത്തിൽ പ്രമാണമില്ല. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ ആരെങ്കിലും ഒക്കെ കടന്നു വന്ന് ഈ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചാൽ കൊള്ളായിരുന്നു. പുറത്തു നിന്ന് ഒരാളിനെ അല്ല ദൈവം അന്വേഷിക്കുന്നത്. വാക്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. വെളിയിലുള്ള ഒരാളിനെ അല്ല, ഈ യാഗപീഠത്തെ കുറിച്ച് അറിയാവുന്ന, യാഗപീഠത്തിലെ തീയെ കുറിച്ച് അറിയാവുന്ന, അവിടെ അന്യാഗ്നി കത്തിക്കരുതെന്നും ഹല്ലേലൂയ കത്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും അറിയാവുന്ന നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒരുവനെ ഞാൻ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ വെറുതെ തീ കത്തിക്കാൻ ആരെങ്കിലും വന്നാൽ ആ തീ യാഗപീഠത്തിലേക്ക് വരാതെ വണ്ണം വാതിൽ കൊട്ടിയടച്ചു പിടിച്ച് ഹല്ലേലൂയ യാഗപീഠത്തെ സൂക്ഷിക്കുന്ന ചിലരെ സ്വർഗം ഈ തലമുറയിൽ അന്വേഷിക്കും. ഞാൻ വിശദീകരിക്കാതെ തന്നെ ഈ കാലഘട്ടത്തിൽ കത്തുന്ന അന്യാഗ്നികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വീടുകളിൽ ഇത് കത്തരുത്, നമ്മുടെ ഉള്ളിൽ ഇത് കത്തരുത്. ഹല്ലേലൂയ ഉപദേശങ്ങൾ, ഹല്ലേലൂയ പല വിധത്തിലുള്ള ഉപദേശങ്ങൾ ഹല്ലേലൂയ പരക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു തീയുടെ പുറകെ പോകരുത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇമോഷനകത്ത് നിന്ന് വരുന്ന ആരാധന പോലും അന്യാഗ്നിയായി സ്വർഗം കണക്കിടുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവേ,
എന്റെ ഉള്ളിൽ കത്തരുതെന്ന് മാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കത്തരുത്, എന്റെ വീട്ടിനകത്ത് ഇത് കത്തരുത്, അതൊരു പാട്ടിലൂടെ കത്തരുത്, അതൊരു ഇൻസ്ട്രുമെന്റിലൂടെ കത്തരുത്, അത് ഏതെങ്കിലും ഹല്ലേലൂയ വചന വെളിപ്പാടെന്ന് പറയുന്ന മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളിലൂടെ ഇത് കത്തരുത്, ഏതെങ്കിലും ഒരു ദുരുപദേശത്തിലൂടെ എന്റെ സഭയിൽ ഇത് കത്തരുത്. കത്താതെ വണ്ണം വാതിലിനെ അടച്ചു പിടിക്കുന്ന, വാതിലിനെ സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, അതിന്റെ ഓടാമ്പലുകളെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ വാതിൽ കാവൽക്കാരാക്കി എന്നെ തീർക്ക് കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. Lord, make me an altar keeper. സ്തോത്രം. ഈ നാളുകളിൽ കർത്താവിന് അതിന് ധൈര്യത്തോടെ നിൽക്കുന്ന ചില ചെറുപ്പക്കാരെ വേണം. ചില അമ്മമാരെ വേണം, ചില പിതാക്കന്മാരെ വേണം, ചില ദൈവദാസന്മാരെ അവരുടെ കുടുംബത്തെയും വേണം. നമ്മളെ കർത്താവ് അതിനായി തിരഞ്ഞെടുക്കാനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ തീയെക്കുറിച്ച്, യാഗപീഠത്തിലെ തീയെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് പഠിക്കണമെങ്കിൽ ലേവ്യ പുസ്തകത്തിലേക്ക് പോകണം. 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 6 verse 9 to 13. ആലയത്തിൽ 2 സ്ഥലങ്ങളിൽ തീ കെട്ടുപോകാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണമെന്ന് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നു. നിലവിളക്ക് എവിടെയാണ് ഇരിക്കുന്നത്? വിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് പ്രകാശം ലഭിക്കാനായിട്ടുള്ള ഏക ആരാധനാ ഉപകരണം വിളക്കാണ്. വിളക്കിന്റെ വെളിച്ചത്തിലാണ് അവിടെ പുരോഹിതൻ കയറുന്നതും ധൂപം കാട്ടുന്നതും കാഴ്ചയപ്പത്തിന്റെ മേശയൊരുക്കുന്നതും ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് ആ വിളക്കിന്റെ വെളിച്ചത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരു അന്യാഗ്നി കത്താനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അത് കെട്ടുപോകാനായിട്ട് പാടില്ല. അതിനുവേണ്ടി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇനി പ്രാകാരത്തിലിരിക്കുന്ന ആരാധനാ ഉപകരണങ്ങളിൽ ഒന്നാണ് ഈ യാഗപീഠം എന്ന് പറയുന്നത്. ഈ യാഗപീഠത്തിലും നിരന്തരം തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ 2 സ്ഥലങ്ങളിൽ മതിയോ തീയ്? ഇവിടെ 2 മതിയോ പ്രകാശം? അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ? അപ്പൊ അവിടെ പ്രകാശം വേണ്ടേ? അവിടെ മനുഷ്യന്റെ യാതൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. കാരണം അവിടെ വെച്ചിരിക്കുന്ന ആരാധനാ ഉപകരണത്തിൽ പെട്ടകത്തിനകത്ത് ഇട്ടുവെച്ചിരിക്കുന്ന 3 വസ്തുക്കൾ, അതിനെ മൂടിയിരിക്കുന്ന, പുറമൂടിയായിരിക്കുന്ന കൃപാസനത്തിന്റെ മേൽ സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഇരുവശവും മുഖത്തോട് മുഖം നോക്കി അടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന കെരൂബുകൾ. ഈ കെരൂബുകളുടെ മുഖത്തിന്റെ കീഴെ കൃപാസനത്തിന്റെ മുകളിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇറങ്ങി നിൽക്കുന്ന, ഹല്ലേലൂയ, കുട്ടി സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഇറങ്ങി നിൽക്കുന്ന ഒന്നുണ്ട്. അത് ഷെയ്ഖന ഗ്ലോറിയാണ്, ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യമാണ്. അവിടെ ആ പ്രകാശം ഉണ്ട്. If you are ready to keep these 2 lights, നാം പ്രാകാരത്തിലെ യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ, ഹല്ലേലൂയ, സ്തോത്രം, വിശുദ്ധ സ്ഥലത്തെ ഹല്ലേലൂയ നിലവിളക്കിലെ ഹല്ലേലൂയ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കുമെന്നുണ്ടെങ്കിൽ അത് രണ്ടും നിലനിൽക്കുന്നിടത്തോളം കാലം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അതിപരിശുദ്ധ സ്ഥലത്ത് ഷെയ്ഖന ഗ്ലോറി ഇറങ്ങി അവിടം പ്രകാശിപ്പിച്ചോളും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഈ 2 ഭാഗവും നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ളത്. ഇത് നമ്മുടെ മനുഷ്യന്റെ 3 ഭാഗങ്ങളുമായിട്ട് നമുക്ക് ചേർത്ത് പഠിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. പ്രാകാരം, ഹല്ലേലൂയ, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടും, വിശുദ്ധ സ്ഥലം നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടും, ദേഹിയുമായി ബന്ധപ്പെട്ടും, അതിപരിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിയും നമുക്ക് പഠിക്കാനായിട്ട്. നമ്മുടെ വിഷയം അതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇഫ് വി കീപ് അവർ ബോഡി ആൻഡ് അവർ സോൾ under the light of God, automatically your spirit will be enlightened. നമ്മുടെ ആത്മാവിൽ ആ തീ കെട്ടുപോകാതെ അത് ദൈവം സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഈ 2 ഭാഗവും നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അപ്പൊ ഇവിടുത്തെ ഈ യാഗപീഠത്തിലെ ഈ തീയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ?
നീ അഹരോനോടും പുരോഹിതന്മാരോടും കൽപ്പിക്കണം. സോ ദിസ് ഈസ് എ കമാൻഡ്മെന്റ്. ഇതൊരു കൽപ്പനയാണ്. തീ സൂക്ഷിക്കുക എന്നുള്ളത്, അന്യാഗ്നി കത്താതെ വണ്ണം യാഗപീഠം കാക്കുക എന്നുള്ളത് ഒരു കൽപ്പനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊന്ന്, ഹല്ലേലൂയ, പറയുകയാണ്, രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിൽ ഹോമയാഗം ഇരിക്കണം. എന്നിട്ട് അതിന്റെ മേധസ് കൊണ്ട് ഇത് തീ കത്തണം. സ്തോത്രം. അതായത് നോ റെസ്റ്റ്. ഉറങ്ങുമ്പോഴും പിന്നെ ഉഷസ് തോറും തീ കത്താനായിട്ട് വിറകിട്ട് കൊടുക്കണം, സമാധാനയാഗത്തിന്റെ മേധസ് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒരേപോലെ ഈ തീ കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ എത്ര പേർക്ക് ആ ഉറക്കത്തിലും ഈ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന അനുഭവം ഉണ്ട്? അങ്ങനെ നമുക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ, പറ്റും. സോ ഹല്ലേലൂയ, ഐ എൻകറേജ് യു. നമ്മൾ അങ്ങനെ കണക്റ്റഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇനി ഈ ഭാഗം മാത്രമായിട്ട് ഒന്നെടുത്ത് കട്ട് ചെയ്ത് എവിടെയെങ്കിലും ഇട്ട് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാൻ ഞാൻ നിങ്ങളോട്. സ്തോത്രം. നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുമ്പോഴേ ശ്രദ്ധിച്ചാൽ മതി. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുമ്പം നമ്മളിൽ എത്ര പേര് പെട്ടെന്ന് ടങ്സ് പറയുന്നവരുണ്ട്? നമ്മൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുമ്പം ആദ്യം അയ്യോ എൻ്റെ കുഞ്ഞെന്തി, അയ്യോ അങ്ങനെയല്ല, കർത്താവേ സ്തോത്രം. ടങ്സ് പറയാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി അങ്ങനെ കണക്ട് ആവുന്ന എത്ര പേരുണ്ട്? അതൊരു തെളിവാ. ഉറക്കത്തിൽ നമ്മുടെ ആത്മാവ് ഇങ്ങനെ ആ തീ ഇങ്ങനെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാത്. ഉറക്കുന്നീന്ന് ഉടന്ന ഒട്ടനെ ദൈവീക കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. മക്കളെ കുറിച്ചല്ല, ഭർത്താവിനെ കുറിച്ചല്ല, നമ്മൾ അന്ന് ചെയ്യാനുള്ള ജോലിയെ കുറിച്ചല്ല, ഇതൊന്നുമല്ല. ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഉണരുമ്പം തന്നെ സ്തോത്രം 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 സ്തോത്രം. അഗൈൻ മേ ബി യു വിൽ ഗോ ബാക്ക് ഇൻ ടു സ്ലീപ്പ്. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നിങ്ങൾ വീണ്ടും ഉറക്കത്തിലോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു ചെറുതായിട്ട് ഉണരുന്ന സമയത്ത് തന്നെ ആ സ്തോത്രം, ഓ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് കേട്ടോ. ഇറ്റ് ഈസ്. ഈ പകല് വിറകിട്ട് സമാധാനയാഗം ഇട്ട്, ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഒത്തിരി സമയം വേണം. സമാധാനം നമ്മളെ പീസ്ഫുൾ ആയിട്ട് സൂക്ഷിച്ച് അതിന്റെ മേധസ് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കാന്നുണ്ടെങ്കിൽ രാത്രിയിൽ വലിയ എഫേർട്ട് ഇല്ലാതെ നമുക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാം. സ്തോത്രം. ഇച്ചിരി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കുറേ മെസ്സേജ് കേട്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ചെവി പിടിച്ച് കുലിക്കിയാൽ ഒരു കുറഞ്ഞത് ഒരു 100 മെസ്സേജെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്തു വരുമോ. അത് അന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ഇത്രയും യൂട്യൂബിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ഇപ്പം പിന്നെ 100 അല്ല. കാരണം നമ്മൾ റീൽസ് കാണുന്നു, നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം എന്നാന്ന് പോഡ്കാസ്റ്റ് കാണുന്നു, യൂട്യൂബിൽ കേൾക്കുന്നു. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പം മജോറിറ്റി ഓഫ് എസ്, എനിക്ക് അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഐ ഡു ദാറ്റ്. ഞാൻ ആരുടെയെങ്കിലും ഒരു മെസ്സേജ് ഇട്ടോണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് തിങ് ഗോയിങ് ഇൻ ടു മൈ മൈൻഡ്. മെസ്സേജ് ഇട്ടോണ്ട് അത് കേട്ടോണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. സോ ദാറ്റ് ഐ വിൽ നോട്ട് തിങ്ക് എനിത്തിങ് എൽസ്. ഐ വിൽ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് റെവലേഷൻ വിച്ച് ദേ ആർ. കാരണം വേറെ നമുക്ക് സമയം അധികം ഇല്ലാത്തപ്പോൾ നമുക്ക് കേട്ടോണ്ട് അതിനകത്ത് നമ്മൾ അങ്ങ് ഉറങ്ങി. ചിലപ്പോൾ നമ്മൾ ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഈ മെസ്സേജ് തരുന്നത്. ദാറ്റ്സ് ഓക്കെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ആ ഒരു ഇത് എങ്ങനെയുണ്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു രാത്രിയിലും പകലും നിരന്തരമായിട്ടുള്ള ഒരു കത്തൽ അകത്തുണ്ടോ? നമ്മൾ നമ്മുടെ തലമുറകളെ കുറിച്ച് ഒത്തിരി വേവലാതിപ്പെടുന്നവരും പ്രാർത്ഥിക്കണം. ഐ ഡു ദാറ്റ്.
ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസം ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു കോഴ്സിന് വിട്ടാൽ എല്ലാ സെമസ്റ്ററും പേപ്പർ ക്ലിയർ ചെയ്യാൻ പ്രാർത്ഥിക്കണം. പിന്നിനിയും വിട്ടാൽ വേറെ ഒന്നിലോട്ടും പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എന്തെല്ലാം പ്രാർത്ഥിക്കണം ഇല്ലയോ? അവരെന്ത് കഴിക്കും, എന്ത് കുടിക്കും, കർത്താവെ ആരുടെ കൂടെ പുറത്തു പോകും, ഇന്ന് ആരോടൊക്കെ സംസാരിക്കും, എല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നമ്മളിൽ എത്ര പേര് ബേർഡൻഡാ? കർത്താവേ, ഈസ് മൈ സൺ കണക്റ്റഡ് വിത്ത് യു 24/7? അങ്ങയുമായിട്ടുള്ള ആ ഒരു നിരന്തര ബന്ധം അവരുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി. മൂത്താളിന് 28 വയസ്സായി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം റൈറ്റ് ഹിസ് നെയിം ഓൾസോ ഇൻ യുവർ ലിസ്റ്റ്. കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹിസ് നെയിം ഈസ് ഏബൽ. ഹല്ലേലൂയ. സ്തോത്രം. അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ വലുതായി. ഞാനിങ്ങനെ ഇടയ്ക്ക് അവർ ഒറ്റയ്ക്കിരിക്കുമ്പം അവർ ഫോണിനകത്ത് ചിലതൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവേ, ചിലപ്പം വേറെ ഒന്നും ആയിരിക്കത്തില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ ലൗകികമായിട്ടുള്ള എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ഒരു തമാശയുള്ള കാര്യമൊക്കെ ചിലപ്പം പിള്ളേർ ഇതിൻ്റെ വീട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, ഇപ്പം നീ വന്നാൽ ഇവർ പോകുമോ? അവരിപ്പോഴും അതേ സ്റ്റിൽ കണക്റ്റഡ് വിത്ത് യു, അതേ സ്റ്റിൽ കണക്റ്റഡ് വിത്ത് യു. എ കൈൻഡ് ഓഫ് ദൈവമേ, കൈവിടപ്പെട്ടു പോകുമോ ഒരു ചിന്ത എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ട്. നിരന്തരം ആ വാക്കകത്തോട്ടൊന്ന് പോട്ടെ. എപ്പോഴും കർത്താവേ, നിരന്തരം കത്തുന്ന അനുഭവം, എപ്പോഴും കത്തുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. നിരന്തരം കത്താൻ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയും, എപ്പോഴും കത്താൻ അങ്ങയുടെ യാഗപീഠത്തിൽ പ്രാർത്ഥനയുടെ വിറകും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, അഭിഷേകത്തിന്റെ മേധസ്സും എൻ്റെ യാഗപീഠത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ബിക്കോസ് ദിസ് ഈസ് എ കമാൻഡ്മെന്റ്. ഇതൊരു കൽപ്പനയാ ദൈവമക്കളെ, ഇതൊരു കൽപ്പനയാ. ഹല്ലേലൂയ. രാത്രി മുഴുവനും കത്തണം, ഉഷസ് തോറും വിറകിടണം. ഹല്ലേലൂയ. രാത്രി മുഴുവനും ഹോമയാഗം വെച്ചത് കത്തി, ഹല്ലേലൂയ, കരിക്കട്ടയാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഉഷസ് തോറും അതിരാവിലെ വിറകിട്ട് കൊടുക്കണം, സമാധാനയാഗം വെച്ചു കൊടുക്കണം, ഹല്ലേലൂയ, വചന വെളിപ്പാടിട്ട് കൊടുക്കണം. ഹല്ലേലൂയ. വീണ്ടും കത്താൻ, കാരണം പകല് മുഴുവൻ കത്തണം ഇത്. സ്തോത്രം. കെടാതെ സൂക്ഷിപ്പാൻ നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നമുക്ക് എങ്ങനെ ഇതിനെ കത്തിക്കാനായിട്ട് നിലനിർത്താനായിട്ട് കഴിയും? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ സമാഗമന കൂടാരവും മരുഭൂമിയിലെ ദൈവസഭയും ശ്രദ്ധിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട വെളിച്ചങ്ങൾ അവിടെയുണ്ട് ഇല്ലേ? ഒന്ന്, ഈ ആലയത്തിനകത്ത് ഞാൻ പറഞ്ഞ ഈ വെളിച്ചങ്ങൾ അല്ലേ. രണ്ടെന്ന് പറയുന്നത് പില്ലർ ഓഫ് ഫയർ, അഗ്നിസ്തംഭം ഉണ്ടല്ലേ അവരുടെ പാളയത്തിന്റെ നടുവിൽ. അല്ലെ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. സ്തോത്രം. ഈ സഭയെ നടത്താനുള്ള ഈ അഗ്നിസ്തംഭത്തിന് നിങ്ങൾ എല്ലാ രാത്രിയിലും ഈ അഗ്നിസ്തംഭം കത്തണമെന്നുണ്ടെങ്കിൽ, അത് പ്രകാശം തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. നോ, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ നിങ്ങളെ നടത്തുന്ന ദൂതനോട് വിഘടിക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനാ നിങ്ങളെ നടത്തുന്നത്, ഞാനാണ് അഗ്നിസ്തംഭമായും മേഘസ്തംഭവുമായും അവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഇന്ന് പുതിയ നിയമ ദൈവസഭയെ നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്ന അഗ്നിസ്തംഭത്തിന് വേണ്ടി ഹല്ലേലൂയ ഞാനും നിങ്ങളും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അത് നമ്മളെ നടത്തിക്കോളും. പക്ഷേ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന യാഗപീഠത്തിലെ തീയും നിലവിളക്കിലെ ഹല്ലേലൂയ സ്തോത്രം പ്രകാശവും നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും ചില എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്.
ഒരിക്കൽ തന്നതാ കത്തിക്കോളൂ എന്ന് വിചാരിക്കണ്ട. പ്രാർത്ഥനയുടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം, ഉപവസിക്കണം, ഹല്ലേലൂയ, വചനം വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ ഈ തീയെ സൂക്ഷിക്കാൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഹല്ലേലൂയ. പില്ലർ ഓഫ് ഫയറിന് വേണ്ടി ഞാനും നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് us. ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് the church. But as a part of the temple, I am responsible. പുരോഹിതൻ റെസ്പോൺസിബിൾ ആണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് മറന്നു പോകരുത്, അത് മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഹല്ലേലൂയ, എന്റെ ഭാഗത്ത് നിന്ന് അവിടെ നോ എഫേർട്ട് ടു കീപ് ഇറ്റ് ബേണിംഗ്. ആ പില്ലർ ഓഫ് ഫയറിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. പക്ഷെ ഓൾട്ടറിനോ ഹല്ലേലൂയ ഫാറ്റ് കൊടുക്കണം, വുഡ് കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ സൂക്ഷിക്കണം, അതിനെ ക്യാരി ചെയ്യണം. തീക്കലശത്തിനകത്ത് കൊണ്ടുപോകണം, തീക്കലശത്തിനകത്ത് കൊണ്ടുപോകണം. ഹല്ലേലൂയ, ഉഷസ്സിൽ ചെയ്യണം, രാത്രി ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. നമ്മളോട് നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ടു കീപ് ദി ഓൾട്ടർ വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന അഗ്നി കെട്ടുപോകാതെ ഞാൻ സൂക്ഷിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദൈവസഭയിൽ അന്യാഗ്നി കത്താതെ ഹല്ലേലൂയ, ഹല്ലേലൂയ, തീ കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. വളരെ പെട്ടെന്ന് ഹല്ലേലൂയ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ്. നമുക്കെന്ത് ചെയ്യാനായിട്ട് കഴിയും? ഹല്ലേലൂയ. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 and 2. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഈ പുതിയ നിയമ ദൈവസഭയിൽ ഹല്ലേലൂയ അന്യാഗ്നി കത്താതെ ഹല്ലേലൂയ തീ കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും വിറകാകണം. ഹല്ലേലൂയ. എൻ്റെ ജീവൻ, ഹല്ലേലൂയ, എൻ്റെ ശരീരം ഈ ഹല്ലേലൂയ വിശുദ്ധിയായി സൂക്ഷിച്ച് എന്നെ തന്നെ യാഗമായി സമർപ്പിച്ചാൽ ആ തീ ഇങ്ങനെ നിലനിന്നോണ്ടേയിരിക്കും. ഹല്ലേലൂയ. സോ ഹല്ലേലൂയ. അതിനവിടെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതായത് ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ഇവിടെ കത്തുന്ന ഹല്ലേലൂയ യാഗപീഠത്തിലെ തീ മലിനമായിട്ടുള്ള അഗ്നി അല്ല എന്ന് ഉറപ്പാക്കാൻ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇനി എന്നിൽ എന്തെങ്കിലും ഹല്ലേലൂയ അശുദ്ധി വന്നാൽ മനസ്സ് പുതുക്കി നിരന്തരമായി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഞാൻ എന്നെ തന്നെ യാഗമായി ദൈവസന്നിധിയിൽ ഓരോ സെക്കൻഡും സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നിരന്തരമായി ഇത് കത്തുകയാണ്. ഹല്ലേലൂയ. മറ്റൊന്ന് അശുദ്ധമായ ഒരു അഗ്നി, മലിനമായ ഒരു അഗ്നി ഹല്ലേലൂയ ഒരു ദൈവസഭയിലുള്ള മുഴുവൻ പേരും ഇതുപോലെ സമർപ്പിക്കപ്പെട്ടാൽ അവിടെ വേറൊരു തീ കത്തത്തില്ല. നമ്മൾ കൂടി വരുമ്പോൾ വിശുദ്ധ അഗ്നിയെ കത്തത്തുള്ളൂ, വിശുദ്ധ ആരാധനയെ വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധമായ വചന വെളിപ്പാടുകൾ മാത്രമേ നമ്മുടെ നടുവിലേക്ക് വരത്തുള്ളൂ. എപ്പോഴാ ഹല്ലേലൂയ ഇത് സംഭവിക്കുന്നത്? ആരെങ്കിലും മലിനമായിട്ട് വന്നാൽ, ഹല്ലേലൂയ അശുദ്ധിയോടെ വന്നാൽ അവിടെയാണ് കരട് കത്തുന്നത്. ഹല്ലേലൂയ. പെട്രോൾ മാക്സ് കണ്ടിട്ടുണ്ടോ? അരിച്ചാണ് അതിൻ്റെ അകത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നത്, ഇല്ലേ? ഹല്ലേലൂയ. ഒരു ചെറിയ തരി ഉണ്ടെങ്കിലും ഹല്ലേലൂയ പൊട്ടിത്തെറിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഹല്ലേലൂയ എന്നെ തന്നെ ഒന്ന് അരിക്കണം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ എനിക്ക് കൃപ തരണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ഹല്ലേലൂയ അനുനിമിഷം എന്നെ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് കൃപ കൊടുക്കണം, എൻ്റെ കൂട്ടാളിക്ക് അതിന് കൃപ കൊടുക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവദാസന് അതിന് കൃപ കൊടുക്കണം, ഞങ്ങളുടെ ദൈവസഭയ്ക്ക് അതിന് കൃപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അന്യാഗ്നി കത്താത്ത, അശുദ്ധിയില്ലാത്ത, മലിനതയില്ലാത്ത ഹല്ലേലൂയ തീ കത്തുന്ന ഒരു ആലയമായി നമ്മുടെ ദേശത്ത് നമ്മുടെ ദൈവസഭകൾ നിലനിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്കതിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഇങ്ങനെ കുറെ വാക്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നിരുന്നു. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ബ്രിങ് നോ മോർ ഹല്ലേലൂയ മീനിങ്ലെസ് ഓഫേഴ്സ്. ഹല്ലേലൂയ അർത്ഥമില്ലാത്ത ഹല്ലേലൂയ ഒരു കാര്യവും വേണ്ട, അത് കൊണ്ടുവരണ്ട എൻ്റെ അടുക്കലേക്ക്. എനിക്കതിൽ പ്രസാദമില്ല, എനിക്കതിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട. ഇഫ് യു സിംഗ് എ സോങ്, അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് സിംഗ്.
ഇഫ് യു പ്രേ എ പ്രേയർ, ഹല്ലേലൂയ സ്തോത്രം, ആ 2 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ, അർത്ഥവത്തായ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. മീനിങ്ലെസ് ആയിട്ടുള്ളത് ഒന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ടുന്ന ഇടമല്ല ഹല്ലേലൂയ ദൈവസന്നിധി എന്ന് ഓർക്കുക. ഹല്ലേലൂയ. ആമോസ് പ്രവചനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ടേക്ക് അവേ ദ നോയ്സ് ഓഫ് യുവർ സിംഗിങ് എന്ന സോങ്സ്. ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിനെ നോയ്സ് ആയിട്ടാണ്, മെലോഡിയസ് ആയിട്ട്. ഹല്ലേലൂയ. നോയ്സ് എന്ന് പറയുന്നത് നമുക്ക് അരോചകമായിട്ടുള്ള ശബ്ദത്തിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ സന്നിധി വന്ന് പാട്ട് പാടുക, പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് എ നോയ്സ്. അതൊരു അരോചക ശബ്ദം പോലെയാ തോന്നുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പം ഹല്ലേലൂയ ജിറ്റിയുടെ കൂട്ട് പാടാൻ നമുക്ക് അറിയത്തില്ലായിരിക്കും, അത്രയും താളമൊന്നും നമുക്ക് കാണത്തില്ലായിരിക്കും. പക്ഷേ എൻ്റെ ശബ്ദം കർത്താവിൻ്റെ കാതുകളിൽ ഹല്ലേലൂയ മനുഷ്യർക്ക് കേൾക്കുമ്പം താളം കാണത്തില്ല, നമ്മൾ പിച്ചൗട്ടായിരിക്കും പാടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കയ്യടി ഒരു വശത്തൂടെയും താളം വേറൊരു വശത്തൂടെ, എൻ്റെ പാട്ട് വേറൊരു വശത്തൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ എൻ്റെ ഹല്ലേലൂയ പ്രാണപ്രിയന്റെ കാതുകളിൽ അതൊരു മധുര ശബ്ദമായി, അതൊരു മധുരഗാനമായിട്ടാ കേൾക്കുന്നത് എങ്കിൽ അത് മതി. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എന്റെ പാട്ട് ഹല്ലേലൂയ അങ്ങയ്ക്കൊരു അരോചക ശബ്ദമായി മാറരുത്. ഇറ്റ് ഷുഡ്ന്റ് ബി എ നോയ്സ്, ഇറ്റ് ഷുഡ് ബി മെലോഡിയസ്. അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നായി മാറണം. ഹല്ലേലൂയ സ്തോത്രം. ജീവനും വിശുദ്ധിയും ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇങ്ങനെ നമ്മൾ ഓൾട്ടർ കീപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഈ റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഹല്ലേലൂയ ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ലിവ് ഓൺ ദി ഓൾട്ടർ. അതായത് അങ്ങ് യാഗപീഠത്തിൽ നിരന്തരം ജീവിക്കണം, യാഗപീഠത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഓൾട്ടർ ബിൽഡേഴ്സ് ആയിരിക്കണം, ഓൾട്ടർ കീപ്പേഴ്സ് ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതേ സമയത്ത് തന്നെ വി ഷുഡ് ബി ലിവിങ് ഓൺ ദി ഓൾട്ടർ കേട്ടോ. നമ്മൾ യാഗപീഠത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത് അഗ്നിജാലയെ ശുശ്രൂഷന്മാരാക്കുന്നതെന്നാണ് മലയാളത്തിൽ വായിക്കുന്നത്. ബട്ട് ഹി മേക്സ് ദ മിനിസ്റ്റേഴ്സ് ഫ്ലെയിം എന്നാണ് വായിക്കുന്നത്. അതായത് അവൻ്റെ ശുശ്രൂഷകന്മാരെ അവൻ അഗ്നിജ്വാലയാക്കും. നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മളെ തന്നെ ഒരു അഗ്നിജ്വാലയാക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മളെ തന്നെ അഗ്നിജ്വാലയാക്കുന്ന, ഹല്ലേലൂയ, അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കുകയല്ല, ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ വെറുതെ തീ കത്തിക്കുന്നവരായിട്ടല്ല, ഞങ്ങളെ തന്നെ യാഗമായിട്ട് വെച്ചിട്ട് ഞാനായിരിക്കണം അതിനകത്തെ തീ. ഹല്ലേലൂയ സ്തോത്രം. എന്നിലൂടെ അങ്ങ് കത്തി ജ്വലിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ഇനിയും ഇത് മാത്രമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 1 Corinthians 9:13 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ദോസ് ഹൂ കണ്ടിന്യൂലി മിനിസ്റ്റർ അറ്റ് ദി ഓൾട്ടർ. ഹല്ലേലൂയ. ഈ നിരന്തരമായിട്ട് ആ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർ, ഡു യു നോ ദാറ്റ് they which minister about holy things live of the things of the temple, and they which wait, or they which minister regularly at the altar are partakers with the altar. Hallelujah. യാഗപീഠത്തിൽ നിരന്തരമായിട്ട് ശുശ്രൂഷിക്കുന്നവരുണ്ട്. those who are connected with the altar. Hallelujah. Those who minister regularly at the altar. Hallelujah. സ്തോത്രം. Those who live at the altar. Hallelujah. അവർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? അവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരായിരിക്കും. Hallelujah. സ്തോത്രം. Those who minister regularly at the altar will live by the altar. Hallelujah. We will be provided by the altar. ആ യാഗപീഠം നമ്മളെ നടത്തും. ഹല്ലേലൂയ. യാഗപീഠത്തിലെ വഴിപാടുകളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ഓഹരി സ്വർഗം വെച്ചു തരും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം.
നമ്മൾ മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം. മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട് നമ്മൾ തന്നെ അഗ്നി ചുമക്കാനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താലുള്ള ഒരു ഭയങ്കര ഡിഫറൻസ് എന്താണെന്നറിയാവോ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ ഈ മോശ ആദ്യം തീ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് ഷെയർഡ് ഇറ്റ് ഏർലിയർ വിത്ത് യു, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടെ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഈ തീ കണ്ടിട്ട് മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. അതായത് മോശയ്ക്ക് ഈ തീയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, തീയെ നോക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ദാറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് എൻകൗണ്ടർ. ആ മുഖം മൂടിയ മോശ കുറേ നാള് കഴിഞ്ഞപ്പോ എന്താ, ഇപ്പൊ തീ എവിടെയാണ്? മോശയുടെ വെളിയിലാണ് ഇല്ലേ? മോശ ആ തീ കണ്ടു, അവൻ സമർപ്പിച്ചു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ തീയുടെ കൂടെ നടന്ന് ഹല്ലേലൂയ ആ ഹോരേബിന്റെ അടിവാരത്തിൽ നിന്ന് ആ മലയുടെ മേളിലോട്ട് കയറി, ആ മലയുടെ മേടിയിൽ നിന്ന് കൊടുമുടിയോട് കയറി. ഹല്ലേലൂയ സ്തോത്രം. 40 ദിവസവും ഹല്ലേലൂയ രാവും പകലും ദൈവത്തോട് കൂടങ്ങിരുന്നു. ഹല്ലേലൂയ ജനം നോക്കുമ്പം ഹല്ലേലൂയ ഈ സീനായി പർവ്വതം തീ കത്തുന്നത് പോലെ നിൽക്കുകയാണ്. ഇപ്പം മോശ എവിടെയാണ്? ഹല്ലേലൂയ മോശ തീക്കകത്താണ്. ഹല്ലേലൂയ തീ കണ്ട അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ മോശ തീക്കകത്താകുന്ന അവസ്ഥയിലോട്ട് പോയി. പക്ഷേ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചേൽപ്പിക്കാം. 34-ാം അധ്യായത്തിലേക്ക് പോകണം കേട്ടോ. 34-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു. മോശ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവന്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്തു വരുമ്പോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചവൻ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവരോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം തന്റെ മുഖത്ത് പിന്നെയും ഇട്ടുകൊള്ളും. എന്തുവാ ഞാൻ അതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കുന്നറിയാവോ? മോശ കണ്ട തീക്കകത്ത് ഹല്ലേലൂയ കുറെ നാൾ അവൻ അതിന്റെ അകത്ത് പോയി. ഇപ്പം ഹല്ലേലൂയ ജനം കാണുമ്പോൾ ഹല്ലേലൂയ മോശയുടെ ത്വക്ക് പ്രകാശിക്കുകയാണ്. അതിന്റെ അർത്ഥം അവൻ കണ്ട തീ, അവൻ അകത്തായിരുന്ന തീ, ഇപ്പോൾ തീ മോശയുടെ അകത്ത് കത്തുകയാണ്. അവൻ തന്നെ ജ്വലിക്കുകയാണ്, അവൻ തന്നെ പ്രകാശിക്കുകയാണ്. ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ അന്യാഗ്നി കത്തിച്ചും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെടുത്തിയും ദൈവകോപം വിളിച്ചു വരുത്തിയും ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഞാൻ കണ്ട തീ അതിനകത്ത് എനിക്ക് കയറണം. ഹല്ലേലൂയ ആ തീ എന്റെ അകത്താകണം. ഞാൻ നടക്കുന്നതൊരു യാഗപീഠമായിരിക്കണം, ഞാൻ നടക്കുന്നതൊരു തീയുമായിട്ടായിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ അന്യാഗ്നി കത്താതെ വണ്ണം എന്നെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ദൈവസഭയുടെയും വാതിലുകൾ ചേർത്തടച്ചു പിടിക്കുന്ന ഹല്ലേലൂയ യാഗപീഠം സൂക്ഷിക്കുന്ന ഒരു ഓൾട്ടർ കീപ്പർ ആകുവാൻ സ്വർഗമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ ദൈവമക്കളോടൊന്ന് ചോദിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഐ ആം ഇൻസ്പയർഡ് ടു ഗിവ് യു ആൻ ഓൾട്ടർ കോൾ തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൂതിന്റെ നടുവിൽ നിങ്ങളിൽ എത്ര പേർക്ക് പ്രതികരിക്കാൻ താല്പര്യമുണ്ട്? ഐ ഡോണ്ട് വാണ്ട് ടു സീ യുവർ ഹാൻഡ്സ്, ഐ ഡോണ്ട് വാണ്ട് ടു സീ എനി റെസ്പോൺസ്, ബട്ട് let God see your response. എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? Lord, make me, my children, my family, my church as altar keepers. കർത്താവേ സമർപ്പിക്കപ്പെട്ട എല്ലാവരെയും ഏൽപ്പിക്കും. സമർപ്പിച്ചവർ കണ്ട തീ, അകത്ത് കയറി തീ അവരുടെ അകത്തായി അവർ തന്നെ ജ്വലിക്കുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ടുവരണം. Help us to live on the altar. Help us to minister regularly unto the altar of Father. നമ്മുടെ കരങ്ങളിലേക്ക് തരുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.